ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദുനിയാവിന്റെ അവസാനമാവുകയും അവന്റെ പരലോകത്തിന്റെ തുടക്കമാവുകയും ചെയ്തു കഴിഞ്ഞാൽ നസല ഇലൈഹി അൽ മലായിക, അവന്റെ അടുത്തേക്ക് എന്താ കുറേ മലക്കുകൾ ഒന്നിച്ചു വരും. കുറേ മലക്കുകളുണ്ടാവും, 1, 2, 3 ഒന്നല്ല, കുറേ മലക്കുകളുണ്ടാവും. എന്നിട്ട് അവന്റെ ചുറ്റുമായി നിന്നുകൊണ്ട് അവന്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവന്റെ മരണത്തിന്റെ യഥാർത്ഥ സമയം ഏത് മൈക്രോ സെക്കൻഡിലാണോ അവന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് പുറത്തേക്ക് പോകേണ്ടത്, ആ സമയത്ത് മലക്കുൽ മൗത്ത് കടന്നു വരും. അപ്പൊ മലക്കുൽ മൗത്ത് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പണ്ട് മുതലേ പഠിച്ചു വെച്ചൊരു പേരാണ് അസ്രായീൽ എന്നുള്ള പേര്. അസ്രായീൽ എന്നുള്ള പേര് സഹിഹായ ഹദീസുകളിലൊന്നും വന്നിട്ടില്ല. കുറെ ഇസ്രായേലിയാത്തുകളിലും ദഈഫായ ഹദീസുകളിലൊക്കെ ആ പേര് വന്നിട്ടുണ്ട്. എന്നാൽ സഹിഹായ നിലക്ക് വന്ന ഹദീസുകളിലൊക്കെ മലക്കുൽ മൗത്ത് എന്നാണ്, മരണത്തിന്റെ മലക്ക് എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ മലക്കുൽ മൗത്ത് വരും. മലക്കുൽ മൗത്ത് വന്ന് ഈ മരിക്കാൻ കിടക്കുന്ന വ്യക്തി അല്ലെങ്കിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി മുമ്പിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖമൊക്കെ നല്ല പ്രകാശിക്കുന്ന, കണ്ടാൽ ആർക്കും സന്തോഷമുണ്ടാകുന്ന രൂപത്തിലായിരിക്കും വരാറ്. ഇവരുടെ മലക്കുൽ മൗത്ത് അങ്ങനെ ഉണ്ടാവുക. എന്നിട്ട് അദ്ദേഹത്തിന്റെ 2 കൈകളും നീട്ടും. 2 കൈകളും നീട്ടിക്കൊണ്ട് ഈ മനുഷ്യനോടായിക്കൊണ്ട് പറയും, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക്, ശാന്തി അടഞ്ഞ ആത്മാവേ, നീ നിന്റെ റബ്ബിന്റെ തൃപ്തിയിലേക്കായിക്കൊണ്ട് നീ മടങ്ങുക, നീ നിന്റെ റബ്ബിലേക്കായിക്കൊണ്ട് മടങ്ങുക എന്ന് പറയുന്നതാണ്. ഈ സമയത്ത് എപ്രകാരമാണോ വെള്ളത്തിന്റെ പാത്രത്തിൽ നിന്നും വെള്ളം ചൊരിയുന്ന സമയത്ത് വെള്ളം താഴേക്ക് ഉറ്റി 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 വരാറുള്ളത്, അതുപോലെ അവന്റെ ശരീരത്തിൽ നിന്നും അവന്റെ ആത്മാവ് പുറത്തേക്ക് വരും. അവന്റെ ആത്മാവ് പുറത്തു വരും. ആ ആത്മാവിനെ മലക്കുൽ മൗത്ത് 2 കൈകളും നീട്ടിക്കൊണ്ട് സ്വീകരിക്കും. അങ്ങനെ 2 കൈകളും നീട്ടി സ്വീകരിച്ച് ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും മലക്കുൽ മൗത്ത് തന്റെ കൈകളിൽ ആ ആത്മാവിനെ വെക്കില്ല. അതിനു മുമ്പ് ആ ആത്മാവിനെ മറ്റു മലക്കുകൾ, നേരത്തെ വന്നു നിൽക്കുന്ന മലക്കുകൾ സ്വർഗത്തിൽ നിന്നുമുള്ള കഫൻ പടവയും സ്വർഗത്തിൽ നിന്നുമുള്ള സുഗന്ധവും കേട്ട് വന്നിട്ടുണ്ട്. ആ സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള കഫൻ പടവയിലേക്ക് ഈ മനുഷ്യന്റെ ആത്മാവിനെ മാറ്റും. എന്നിട്ട് സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള സുഗന്ധം ആ മനുഷ്യന്റെ അതല്ലെങ്കിൽ ആ മനുഷ്യന്റെ ആത്മാവിന്റെ മേൽ ലേപനം ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞ് അവർ ഈ മനുഷ്യന്റെ ആത്മാവിനെയും കൊണ്ട് 1-ാം ആകാശത്തേക്ക് പോകും. 1-ാം ആകാശത്തേക്ക് പോകുമ്പോൾ ആ 1-ാം ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള അല്ലാഹുവിന്റെ മലക്കുകൾ ഈ കൊണ്ടുപോകുന്ന മലക്കുകളോടായി കൊണ്ട് ചോദിക്കും, മാ ഹാദിഹിൽ അർറൂഹു തയ്യിബ, ഈ ഒരു പരിമളം വീശുന്ന നല്ല ഈ ആത്മാവ് ആരുടേതാണെന്ന് ചോദിക്കും. അപ്പോ ഈ മലക്കുകൾ ഈ മനുഷ്യന് ഭൂമിയിൽ ഉണ്ടായിരുന്ന അയാൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു പേരുണ്ട്. നമുക്ക് കുറെ പേരുണ്ടാവും. വാപ്പ വിളിക്കുന്ന പേരുണ്ടാവും, ഉമ്മ വിളിക്കുന്ന പേരുണ്ടാവും, ഭാര്യ വിളിക്കുന്ന പേരുണ്ടാവും, ഭർത്താവ് വിളിക്കുന്ന പേരുണ്ടാവും, അതുപോലെ തന്നെ കൂട്ടുകാർ വിളിക്കുന്ന പേരുകൾ ഉണ്ടാവും, നാട്ടിൽ അറിയപ്പെട്ട ഒരു പേരുണ്ടാവും. ആ പേരുകളുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പേരുണ്ടാവും. ആ പേര് വിളിച്ചുകൊണ്ട്, അഥവാ അത് നമുക്ക് ലഭിക്കുന്ന ഒരു അംഗീകാരമാണ്. ആ പേര് വിളിച്ചുകൊണ്ട് ആ മലക്കുകൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ്. അങ്ങനെ 1-ാമത്തെ ആകാശത്തിലെത്തും. 1-ാമത്തെ ആകാശത്തിന്റെ വാതിൽ അടഞ്ഞെടുക്കണം. ആകാശത്തിന്റെ വാതിലുകൾ മലക്കെ തുറക്കപ്പെടുന്ന മാസം എന്ന് വെച്ചാൽ റമദാനാണ്. അല്ലാത്ത കാലഘട്ടങ്ങളിലൊക്കെ അത് അടഞ്ഞെടുക്കുക ചെയ്യാം. ആവശ്യമുണ്ടാകുമ്പോൾ മാത്രമേ തുറക്കുള്ളൂ. അതിൽ 1-ാമത്തെ ആകാശത്തിന്റെ വാതിലിൽ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവിടുത്തെ മലക്കൾ ചോദിക്കും, ആരാണ്, എന്താണ്? അവർ ഇതിന്റെ മനുഷ്യന്റെ ആത്മാവിനേക്ക് വരും എന്ന് പറയുമ്പോൾ അവനക്ക് വേണ്ടി തുറക്കണം എന്നുള്ള ആദ്യം എന്താക്കിയിട്ടുണ്ട്, ഓർഡർ കൊടുത്തതുകൊണ്ട് അത് തുറന്നു കൊടുക്കും. അങ്ങനെ 1-ാം ആകാശത്തിന് 2-ാം ആകാശത്തേക്ക് യാത്ര തുടങ്ങും. അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ അവിടെയുള്ള മലക്കളും ഇവരെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും, മറുപടി പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ ഒരു പ്രക്രിയ 7-ാം ആകാശത്തിന്റെ മുകളിൽ വരെ എത്തും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. റസൂലുള്ളാഹി പറയാം. അങ്ങനെ 7-ാം ആകാശത്തിന്റെ മുകളിൽ എത്തുന്ന സമയത്ത് വിളിച്ചു പറയുന്നതാണ്, എന്റെ അടിമ എന്നെ സത്യപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഉക്തുബു കിതാബ അബ്ദി ഫിൽ ഇല്ലിയീൻ, ഉക്തുബു കിതാബ അബ്ദി ഫിൽ ഇല്ലിയീൻ, എന്റെ അടിമയുടെ പേരിനെ നിങ്ങൾ ഇല്ലിയീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയും എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വമാ അദ്റാക മാ ഇല്ലിയൂൻ കിതാബും മർഖൂം, കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നത് സ്വർഗാവകാശികളുടെ പേരുകൾ രേഖപ്പെടുത്തി വെക്കുന്ന രജിസ്റ്ററാണ് ഇല്ലിയീൻ എന്നത്. അത് 7 ആകാശത്തിന്റെ മുകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ചിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോടായിക്കൊണ്ട് പറയും, അവന്റെ ആത്മാവിനെ നിങ്ങൾ എന്താക്കുക, വിട്ടേക്കുക എന്നാണ്. ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു പറഞ്ഞേക്കുക. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. നമ്മൾ അവിടെ നിന്നാണ് അവനെ സൃഷ്ടിച്ചിട്ടുള്ളത്, അങ്ങോട്ട് തന്നെയാണ് നമുക്ക് അവനെ മടക്കാനുള്ളത്. അവിടുന്ന് തന്നെയാണ് അവനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുക, പുറത്ത് കൊണ്ടുവരികയും ചെയ്യുക എന്ന് അല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞ ഉടനെ ഓതി കേൾപ്പിക്കുകയാണ്. ഇത് ഖബർക്ക് മണ്ണെടുക്കുമ്പോൾ ഓതാനുള്ളതല്ല. ചില ആൾക്കാർ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഖബറിലേക്ക് 3 പിടി മണ്ണിടാന്നുള്ളത് റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണ്. ആ സമയത്ത് പ്രത്യേകമായിക്കൊണ്ടൊരു ദിക്റോ പ്രത്യേകമായിക്കൊണ്ടൊരു ആയത്തോതലൊന്നും അവിടെ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. ചില ആൾക്കാർ 1-ാമത്തെ പിടിയിടുമ്പോൾ എന്താക്കും, മിൻഹാ ഖലഖനാകും എന്ന് പറയും. 2-ാമത്തെ പിടിയിടുമ്പോൾ എന്ന് പറയും വഫീഹാ നുഈദുകും. പിന്നെ 3-ാമത്തെ പിടിയിടുമ്പോൾ പറയുന്നത് വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ എന്ന് പറയും. അങ്ങനെ സംഭവമില്ല. 3 പിടി മണ്ണിടലുണ്ടോ, അതുണ്ട്.
അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെ ഈ മനുഷ്യന്റെ ആത്മാവിനെ തിരിച്ചു പറഞ്ഞേക്കും. അങ്ങനെ ആ ആത്മാവ് തിരിച്ചു വരും, ഭൂമിയിലേക്ക് തിരിച്ചു വരും. ആ ആത്മാവാണ് വിളിച്ചു പറയുന്നത് കദ്ദിമൂനി. കാരണം അദ്ദേഹത്തിന് സ്വർഗത്തിൽ കിട്ടാനുള്ള അല്ലെങ്കിൽ ഖബറിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കാനുള്ള സന്തോഷങ്ങൾ അദ്ദേഹത്തിന് എന്താ കിട്ടിയിട്ടുണ്ട്, ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ട്. കദ്ദിമൂനി